പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹമുള്ള വോട്ടർമാരെ, നമ്മുടെ നാടിൻ്റെ സമഗ്ര വികസനത്തിന് പുതിയ കാൽവെപ്പ് വരുത്താനായി ജനകീയനായ വ്യക്തിത്വം ശ്രീ മുഹമ്മദ് കുഞ്ഞി ചോണായി നമ്മുടെ വാർഡായ പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡായ കുന്നൂച്ചിയിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ്. ശ്രീ മുഹമ്മദ് കുഞ്ഞി ചോണായിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഏണി അടയാളത്തിൽ നിങ്ങളുടെ സമ്മതിദാനം രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ വികസനയാത്രയ്ക്ക് പുതിയ തുടക്കം കുറിക്കുകയാണ്. കുന്നൂച്ചി, തോക്കാനം മൊട്ട, പെരിയാട്ടടുക്കം, ചെരുമ്പ, കുണിയ, പാട്രച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന നമ്മുടെ വാർഡ് വികസനത്തിൻ്റെ പുതിയ ഉയരങ്ങളിലെത്തണമെങ്കിൽ ഉറച്ച ശബ്ദവും സുതാര്യമായ വികസന കാഴ്ചപ്പാടുമുള്ള ഒരു നേതാവ് നമുക്ക് വാർഡ് മെമ്പറായി വരേണ്ടത് അനിവാര്യമാണ്. കഴിഞ്ഞ 35 വർഷത്തിലേറെയായി ഒരേ ഭരണത്തിൻ്റെ കീഴിൽ മുന്നോട്ടു പോയ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് ജനങ്ങളുടെ വികസനാഗ്രഹങ്ങൾക്ക് വേണ്ട പ്രാധാന്യം ലഭിക്കാതെയാണ് മുന്നോട്ടു പോകുന്നത്. നമ്മുടെ വാർഡും അതിൻ്റെ ഭാഗമായതായി വികസന മുരടിപ്പോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മുന്നിൽ ഒരു മാറ്റത്തിനായുള്ള സുവർണാവസരമാണ് എത്തിയിരിക്കുന്നത്. 13ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമാൻ മുഹമ്മദ് കുഞ്ഞി ചോണായി കഴിഞ്ഞ 5 വർഷം പള്ളിക്കര പഞ്ചായത്തിലെ തന്നെ ഒരു മികച്ച വാർഡ് മെമ്പറായി അറിയപ്പെട്ട വ്യക്തിയാണ്. പ്രതിപക്ഷാംഗമായിരുന്നിട്ട് പോലും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ പള്ളിക്കര പഞ്ചായത്തിലെ മാത്രമല്ല, കാസർഗോഡ് ജില്ലയിലെ തന്നെ ഒരു മാതൃകാ വികസന മോഡലായി മാറി. ജനങ്ങളുടെ ഓരോ പ്രശ്നവും പ്രായവ്യത്യാസമില്ലാതെ അത് സ്വന്തം പ്രശ്നമായി കണ്ട് ഏറ്റെടുത്ത് പരിഹരിക്കുകയും ആവശ്യമായ ഫണ്ടുകൾ സമർപ്പണത്തോടെയുള്ള പോരാട്ടത്തിലൂടെ നേടി വികസനം കൈവരിക്കുകയും ചെയ്ത അദ്ദേഹം നാടിൻ്റെ പ്രിയപ്പെട്ട സേവകനായി മാറി. പാലിയേറ്റീവ് സേവനങ്ങൾ, പാവപ്പെട്ട രോഗികൾക്ക് മരുന്നും ചികിത്സയും, നാട്ടിലെ ഫുട്ബോൾ കളിക്കാർക്കും യുവജനങ്ങൾക്ക് നൽകിയ പ്രോത്സാഹനങ്ങൾ, വിദ്യാർത്ഥികൾക്ക് മികവിലേക്കെത്താനുള്ള പ്രോത്സാഹനങ്ങൾ, പൊതു ആവശ്യങ്ങൾക്ക് നൽകിയ നിരന്തരം ഇടപെടലുകളും സഹായങ്ങളും എല്ലാം കൂടി അദ്ദേഹത്തെ ഒരു ജനപ്രിയ സേവകനാക്കി മാറ്റി. അത്തരത്തിലുള്ള ഒരു സമർപ്പിത വ്യക്തിത്വം 13ാം വാർഡിൽ മത്സരത്തിനായി വരുമ്പോൾ ഉത്തരവാദിത്വത്തോടെ നമുക്കായി, നമ്മളിൽ ഒരാളായി, നമ്മുടെ സാരഥിയായി തിരഞ്ഞെടുക്കാം. എന്തിനു നാം ശ്രീ മുഹമ്മദ് കുഞ്ഞി ചോണായിയെ നമ്മുടെ വാർഡിന്റെ സാരഥിയായി തിരഞ്ഞെടുക്കണം എന്നത് 4 ആളുകൾ പറഞ്ഞ കഥകൾക്ക് പകരം ജനങ്ങൾക്ക് വേണ്ടി പോരാടി നേടി തെളിയിച്ച നേട്ടങ്ങൾ എന്തൊക്കെയെന്നത് കണ്ടറിയാം. നാണയത്തിനും ഫണ്ടിനും വേണ്ടി അലയാതെ വാർഡിനു വേണ്ടി ഓരോ രൂപയും കരകയറ്റി കൊണ്ടുവന്ന പോരാട്ടങ്ങളുടെ ചരിത്രമാണ് മുഹമ്മദ് കുഞ്ഞി ചോണായിയുടെ സേവന പ്രവർത്തനത്തിന്റെ യാത്ര. ഭരണപക്ഷ ഭാഗമല്ലാത്തപ്പോഴും വെല്ലുവിളികൾക്കും നടുവിൽ ജനങ്ങളുടെ പ്രശ്നം തൻ്റെ പ്രശ്നം എന്ന് കരുതി പ്രവർത്തിച്ച 5 വർഷം. പഞ്ചായത്ത് ഫണ്ടിലൂടെ മാത്രമല്ല, MLA ഫണ്ട് മുതൽ MB ഫണ്ട്, ഹാർബർ ഫണ്ട്, MGNREGS ഫണ്ട്, SC/ST ഫണ്ട് വരെ ലഭ്യമായ എല്ലാ വഴികളിലും പണം കണ്ടെത്തി സ്വന്തം വാർഡിനെ ഒരു വികസന മാതൃകയായി മാറ്റി ജനങ്ങളുടെ മനസ്സിൽ ഇടം കണ്ടെത്തി. പ്രധാന വികസന മേഖലകളും തെളിയിച്ച നേട്ടങ്ങളും ഇവയൊക്കെയാണ്. പള്ളിക്കര ഗ്രാമപഞ്ചായത്തിൽ തന്നെ ആദ്യത്തെ ഹൈമാക്സ് ലൈറ്റ് ചോണായി മുഹമ്മദ് കുഞ്ഞിയുടെ പോരാട്ടത്തിലൂടെ തൻ്റെ വാർഡിൽ കൊണ്ടുവരികയും പള്ളിക്കര പഞ്ചായത്തിൽ ഹൈമാക്സ് ലൈറ്റിന് തുടക്കം കുറിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് വലകൾ, ഐസ് ബോക്സുകൾ, PVC ടാങ്കുകൾ, ഹാർബർ ഫണ്ട് ഉപയോഗിച്ച് റോഡുകൾ എന്നിവ നൽകി. വാർഡിലെ മികച്ച വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് തൻ്റെ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത് വിദ്യാർത്ഥികളുടെ കരങ്ങളിലേക്ക് എത്തിച്ചു. മെറിറ്റോറിയസ് സ്കോളർഷിപ്പ്, പഠനമുറികൾ, ഫർണിച്ചറുകൾ, പെൺകുട്ടികൾക്ക് വിവാഹ സഹായം, വീട് വാസയോഗ്യമാക്കൽ പദ്ധതികൾ പൂർത്തീകരിച്ചു നൽകി. വാഴക്കന്ന്, പച്ചക്കറി തൈ, ഫലവൃക്ഷ തൈ, ഗ്രോ ബാഗ്, മൺചട്ടി, റിംഗ് കമ്പോസ്റ്റ്, ജിബിൻ കമ്പോസ്റ്റ്, ന്യൂട്രി ഗാർഡൻ കിറ്റ്, വീട്ടുവളപ്പ് പച്ചക്കറി തോട്ടങ്ങൾ എന്നിവ വ്യാപകമായി വിതരണം ചെയ്തു. മഴവെള്ള സംഭരണ റീചാർജ് പദ്ധതികളും നടപ്പാക്കി. കറവപ്പശുക്കൾക്ക് കാലിത്തീറ്റ, പോത്തുകുട്ടി, കന്നുകുട്ടി വിതരണം, വനിതകൾക്ക് മുട്ടക്കോഴിയും കൂടും, കുടുംബശ്രീ യൂണിറ്റുകൾക്ക് സ്വയം തൊഴിൽ സഹായം, ചകിരിച്ചോറ് കുഴികൾ തുടങ്ങിയവ ജനങ്ങളിലേക്ക് എത്തിച്ചു. 60 വയസ്സ് പൂർത്തിയായവർക്ക് പ്രത്യേക കട്ടിൽ, വിധവ, വികലാംഗ പെൻഷനുകൾ കൃത്യമായി വീടുകളിലേക്ക് എത്തിച്ചു. ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ സ്കൂട്ടർ, വനിതകൾക്ക് മെൻസ്ട്രുവൽ കപ്പ് വിതരണം, ബേക്കൽ ഹോമിയോ ഹോസ്പിറ്റൽ പ്രവർത്തനം സജ്ജമാക്കുകയും ചെയ്തു. വീട് നവീകരണം, ലൈഫ് ഭവൻ പദ്ധതി,
പഞ്ചായത്ത് MLA MP ഫണ്ടുകൾ ഉപയോഗിച്ച് നിരവധി റോഡുകൾ, ടാറിംഗ്, സ്ട്രീറ്റ് ലൈറ്റുകൾ, മിനി മാസ്റ്റ് ലൈറ്റുകൾ, ഹൈ മാസ്റ്റ് ലൈറ്റുകൾ എന്നീ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. MGNREGS വഴി ഗ്രാമീണ തൊഴിലും റോഡുകൾ, ഓവുചാലുകൾ, കിണറുകൾ, സോക്ക് പിറ്റുകൾ, ചകിരിച്ചോറ് കുഴികൾ, വീട്ടുവളപ്പ് വരമ്പുകൾ, കമ്പോസ്റ്റ് പിറ്റുകൾ എന്നിവയിലൂടെ നൂറുകണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഹോട്ടൽ, സ്വയം തൊഴിൽ സഹായം, ഓട്ടോറിക്ഷ വിതരണം, മുട്ടക്കോഴി കൂട് വിതരണം, അംഗൻവാടി കുട്ടികൾക്ക് പോഷകാഹാര കിറ്റുകൾ കൃത്യമായി എത്തിക്കുകയുമുണ്ടായി. തൻ്റെ പരിമിതിക്കുള്ളിൽ ഒതുങ്ങാതെ MLA ഫണ്ടിൽ നിന്നും MP ഫണ്ടിൽ നിന്നും ഗ്രാമവികസനത്തിന് പോരാട്ടത്തിലൂടെ ഫണ്ട് നേടിയെടുത്ത് തൻ്റെ വാർഡിൽ വികസനത്തിനായി വിനിയോഗിച്ചു. നമുക്കും വേണം ഒരു മാറ്റം. നമ്മുടെ നാടും വികസനത്താൽ മുൻപോട്ട് പോകണം. അതിനായി നമുക്ക് ഒത്തൊരുമയോടെ ശ്രീ മുഹമ്മദ് കുഞ്ഞിച്ചോണായിയെ വിജയിപ്പിച്ചെടുക്കാം. അതിനായി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഏണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തും.